ഉണ്ണി മുകുന്ദന്റെ പുതിയ ചിത്രം മാർക്കോ നേടുന്ന വലിയ വിജയത്തിൽ അഭിനന്ദനവുമായി എത്തിയിരിക്കുകയാണ് ബാബു ആന്റണി. തന്റെ ഏറെക്കാലമായുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചും നടൻ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ കുറിപ്പിലൂടെയാണ് ബാബു ആന്റണിയുടെ അഭിപ്രായ പ്രകടനം. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമാണ് മാർക്കോ. ചിത്രത്തിലെ വയലൻസിനെ കുറിച്ച് അണിയറക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളതെന്നും ബാബു ആന്റണി ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ തന്നെ പ്രേക്ഷകരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമുണ്ടെന്നും മാർക്കോ അതിർത്തികൾ ഭേദിക്കുന്ന വാർത്തകൾ സന്തോഷം പകരുന്നുവെന്നും നടൻ പറഞ്ഞു. വയലൻസ് പ്രചരിപ്പിക്കുന്ന ഒരാളല്ല ഞാനെന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എന്റെ ചിത്രങ്ങളിൽ ഫിസിക്കൽ ആക്ഷൻ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. മാർക്കോയിലെ വയലൻസിനെ കുറിച്ച് ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ടാകാം. എന്നാൽ ഉണ്ണി മുകുന്ദന്റെ പ്രകടനത്തെക്കുറിച്ചോ ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ചോ പരാതികളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതിരുകൾ ഭേദിക്കുന്നതിൽ ഇരുവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ബാബു ആന്റണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. പൂവിന് പുതിയ പൂന്തന്നൽ എന്ന ചിത്രത്തിന്റെ റീമേക്കുകളുമായി ഭാഷയുടെ അതിർവരമ്പ് ഭേദിച്ച ഓർമ്മയും അദ്ദേഹം പങ്കുവച്ചു. ഫാസൽ മലയാളത്തിൽ സംവിധാനം ചെയ്ത ചിത്രം പിന്നീട് തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, സിംഹളീസ് ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. എല്ലാ ഭാഷകളിലും വില്ലൻ വേഷം താൻ തന്നെയാണ് ചെയ്തത്. അക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന പ്രതിനായക നടന്മാരിൽ ഒരാളുമായിരുന്നു താൻ. ബിഗ് ബജറ്റിൽ ഒരു ആക്ഷൻ ചിത്രം ചെയ്യണമെന്നത് ഏറെക്കാലമായി തന്റെ ആഗ്രഹമാണെന്നും ബാബു ആന്റണി പറയുന്നു. മാർക്കോയുടെ വരവോടെ വൈകാതെ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബാബു ആന്റണി വ്യക്തമാക്കി. ഞാൻ ചെയ്ത ആക്ഷൻ ചിത്രങ്ങളൊക്കെയും ചെറിയ ബജറ്റിൽ ഒരുങ്ങിയവയായിരുന്നു. ഒരു ആക്ഷൻ സീക്വൻസ് പൂർത്തിയാക്കാൻ ശരാശരി 6 മണിക്കൂറൊക്കെയായിരുന്നു ലഭിക്കുക. സാങ്കേതികമായി വലിയ പിന്തുണയോ സുരക്ഷാ മുൻകരുതലുകളോ ഒന്നുമില്ലാതെയാണ് അവ ചെയ്യുന്നതും. 2025 താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വലിയ ബജറ്റിലുള്ള ഒരു ആക്ഷൻ ചിത്രം ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.